ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നെറ്റ് കൊണ്ടൊരു ടോപ്പാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് റഫിൾഡ് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്പാരൻ്റ് ആണ് യോക്ക് പോർഷൻ. അതേപോലെ പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ഷോൾഡർ ജോയിൻറ്റ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്തിട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ റയോണിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള റയോണാണ്. പിന്നെ നെറ്റ് എടുത്തിട്ടുണ്ട്. നെറ്റ് 1 മീറ്റർ എടുത്തിട്ടുണ്ട്. റയോൺ 1/2 മീറ്റർ എടുത്തിട്ടുള്ളൂ. യോക്ക് പോർഷന് വേണ്ടിയിട്ട് ഇതേ 11 ഇഞ്ച് വീതിയും 20 ഇഞ്ച് ലെങ്ത്തുള്ളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടും ബാക്കും 5 ഇഞ്ച് വീതമാണ് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 11 ഇഞ്ച് എടുത്തത്. 1/2 ഇഞ്ച് മേലെയും 1/2 ഇഞ്ച് താഴെയും നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടി പോവും. ബാക്കി 10 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. അത് ഫ്രണ്ടിലും ബാക്കിലായിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കിടക്കും. പിന്നെ നമ്മളിതിന് ഷോൾഡർ ജോയിൻറ്റ്സ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലോത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ 2 റയോണിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ടോപ്പിൻ്റെ താഴോട്ട് യോക്കിൻ്റെ താഴോട്ട് നമ്മൾ റയോണ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വന്നിട്ട് 20 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 20 ഇഞ്ചാണ് ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത്. അതേപോലെ വീതി 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ക്ലോത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്ലോത്തിൻ്റെ മേലെ കേട്ടോ, ഏറ്റവും പൊക്കത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴത്തോട്ട് ലെങ്ത് ആയിട്ടൊരു 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ നീട്ടി വരയ്ക്കുക. നമ്മൾ ഈ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ മറ്റേ ക്ലോത്തിലോട് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പോർഷൻ്റെ ആ നെറ്റും പിന്നെ നമ്മുടെ ടോപ്പിൻ്റെ ആ പോർഷനും താഴത്തോട്ടുള്ള പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നെറ്റിൽ നേരത്തെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ടോപ്പിൻ്റെ പോർഷനിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോർഷൻ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് കിട്ടുക 17 ഇഞ്ചായിരിക്കും. കാരണം 12 ഇഞ്ചാണ് നെറ്റ് കഴിഞ്ഞിട്ടുള്ള ടോപ്പിൻ്റെ പോർഷൻ എടുത്തിരിക്കുന്നത്. 5 ഇഞ്ചാണ് യോക്കിൻ്റെ പോർഷന് വരുന്നത്. രണ്ടും കൂടെ 17 ഇഞ്ചാണ് ടോട്ടൽ ടോപ്പിൻ്റെ ലെങ്ത് കിട്ടും. അപ്പോൾ ഇതേ വീഡിയോ കാണാൻ അതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. 2 വശം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ അറ്റാച്ച് ചെയ്ത ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ നിവർന്ന് നിൽക്കുമല്ലോ, അതൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. നെറ്റിൻ്റെ അത് വരുന്ന അതിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊന്ന് അവിടെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മൾ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഈ തയ്യൽ തുമ്പ് പുറത്തോട്ട് വരില്ല. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതേ ടോപ്പ് പോർഷനെ 4 ആക്കിയിട്ട് മടക്കി വെക്കുന്നുണ്ട്. 4 ആക്കി ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 2.5 ഇഞ്ചും അതേപോലെ താഴത്തോടുള്ള ലെങ്ത് ആയിട്ട് 2.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചിട്ടെടുക്കുകയാണ്. നമ്മളിതേ ഈ നെക്ക് ഒന്ന് അപ്പുറത്തെ വശത്തും കൂടെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. 2 വശത്തും ഫ്രണ്ടിൽ 2 വശത്തുനിന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ഷേപ്പിൽ വരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ നെക്ക് മാർക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതേ ഈ ടോപ്പൊന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് വാഷാണ്. ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അതേപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി വയ്ക്കുക. അങ്ങനെ 4 ആക്കി മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 2.5 ഇഞ്ചും താഴത്തോട്ടുള്ള ലെങ്ത് ആയിട്ട് 1.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലെങ്ത്തായിട്ട് താഴത്തോട്ടുള്ള ലെങ്ത്തായിട്ട് 1.5 ഇഞ്ചാണ്. അതേപോലെ വിഡ്ത്ത് 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതും ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തോട്ട് ഒന്ന് ട്രേസ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ബാക്ക് നെക്കിൽ നമ്മൾ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കണം. കാരണം ഇത് ടൈറ്റായിട്ടുള്ള നെക്കായിരിക്കും. അപ്പോൾ 3 ഇഞ്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടോപ്പ് പോർഷൻ നിവർത്തി വെക്കുക. എന്നിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഈ നെക്കിൻ്റെ പോർഷൻ ഇതേ ആവശ്യമില്ലാത്ത ആ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അതേപോലെ ഈ ഓപ്പണിങ് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ ഓപ്പണിങ് ഇട്ടല്ലോ, അതൊന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ച് വീതിയുള്ളൊരു ക്ലോത്ത് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഓപ്പണിങ്ങിൻ്റെ അതിലൂടെ വി ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കും. അപ്പോൾ നമ്മളിത് വി ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതേ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിൽ വെച്ചിരിക്കുന്ന ക്ലോത്തിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പുറത്തോട്ടൊന്ന് മടക്കി എടുക്കുവാണ്. എന്നിട്ട് ആവശ്യമില്ല ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി നമ്മൾ പുറത്തോട്ടെടുത്ത ആ ക്ലോത്തിനെ 2 ആക്കിയിട്ടൊന്ന് മടക്കുക. ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. 2 സൈഡും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച്. അപ്പോൾ അതേ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൽ ഫ്രിൽസ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്.
നെറ്റാണ് എടുത്തത്. പിന്നെ അതിൻ്റെ വീതി വന്നിട്ട് 1.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. വിടുത്ത് 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാനിങ്ങനെ പ്ലീറ്റ്സ് കുറച്ചെണ്ണം പിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ബാക്കി നമുക്ക് പ്ലീറ്റ്സ് മൊത്തം ചെയ്തതിന് ശേഷം കാണാം. മൊത്തം ഒന്ന് പ്ലീറ്റ്സ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. എഡ്ജ് വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എഡ്ജിലൂടെ സ്റ്റിച്ചോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പ്ലീറ്റ്സ് നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ടോപ്പ് നമ്മൾ ഉൾവശത്താണ്, നമ്മൾ ടോപ്പ് മറച്ചിട്ടിട്ട് ഉൾവശത്താട്ടോ നമ്മൾ ഈ ഒരു നെക്കിൽ പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ടോപ്പിൻ്റെ ഉൾവശത്താണ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ നല്ല വശത്താണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാറ്, പക്ഷേ നമ്മൾ ഉൾവശത്താണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് പ്ലീറ്റ്സ് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം. പ്ലീറ്റ്സ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി നെക്കിൻ്റെ തയ്യൽ തുമ്പിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കട്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്, സിമ്പിളായിട്ട് നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോർമലായിട്ട് നെക്കിൽ ചെയ്യുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുക്കുക. എന്നിട്ട് ഞാൻ ടോപ്പ് ഒന്ന് മറച്ചിടുന്നുണ്ട്. ഇനി റയോണിൻ്റെ ഒരു നീണ്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് നീളം കൂടിയ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 ഇഞ്ചോളം ഇതിന് ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു 1 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ നെക്കിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നെക്ക് വെച്ച് കൊടുക്കുമ്പോഴത്തേ ഉള്ളിന്ന് വേണ്ടോ നമ്മൾ വെച്ച് കൊടുക്കാൻ. നമ്മൾ ടോപ്പ് നല്ല വശത്തേക്ക് മറച്ചിട്ടതാണ്. എന്നിട്ട് ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു വശം ഒന്ന് ഫോൾഡ് ചെയ്യുക. നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്ന ക്ലോത്തിൻ്റെ ഒരു വശം ഇന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ നെക്കിൽ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിലൂടെ ആ നെക്ക് ലൈൻ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഒരു എഡ്ജിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ എഡ്ജ് വരെ നമ്മൾ ഇതിങ്ങനെ നെക്ക് ലൈൻ കൂടെ ഈ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ക്ലോത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്യും. പിന്നെ അവസാനത്തുമ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എഡ്ജ് വരെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ക്ലോത്തിനെ ഇപ്പോൾ ഇത് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്താണ് നിൽക്കുന്നത്. അപ്പോൾ ദേ ഈ ഒരു ക്ലോത്തിനെ ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് കണ്ടില്ലേ, ഡബിൾ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ ഉണ്ടാവുക. ഡബിൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫ്രിൽസൊക്കെ നേരത്തെ ഇങ്ങനെ വരും. എൻ്റെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് മൊത്തം ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നെക്ക് ലൈൻ മൊത്തം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഒന്ന് പിൻ ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേ ഒന്നിങ്ങനെ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ആം ഹോൾ കട്ട് ചെയ്യണം. അതിനായിട്ട് ഇതേ ടോപ്പ് ഇങ്ങനെ ഉണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റ് പാകമായിട്ടുള്ള ഒരു ടോപ്പോ ടീഷർട്ടോ എടുത്തിട്ട് ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇന്ന് എടുക്കുന്നതിൻ്റെ ടോപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആം ഹോളും ബോഡി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോളിൻ്റെ ഒരു 1/2 ഇഞ്ചും ബോഡീൻ്റെ ഒരു 1 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 മീറ്ററോളം നെറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ആദ്യം ഒരു തവണ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് മടക്കി വയ്ക്കുക. അങ്ങനെ 4 ആക്കിയിട്ടാണ് ഇവിടെ മടക്കി വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. തുണിയുടെ ഏറ്റവും പൊക്കത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നീട്ടി വരച്ചു. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ നിന്നൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫ്രിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് കറക്റ്റ് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മുടെ സ്ലീവിൻ്റെ ആം ഹോൾ കൊണ്ടുവയ്ക്കാം. ഇതേ വീഡിയോയിൽ കാണാൻ അതേപോലെ വയ്ക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ ആം ഹോൾ മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഇനി സ്ലീവിൻ്റെ താഴോട്ട് 9 ഇഞ്ചിൻ്റെ അവിടെയും 10 ഇഞ്ചിൻ്റെ അവിടെയും ഓരോരോ മാർക്കിങ്സ് കൊടുക്കുക. നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ടണൽ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 14 ഇഞ്ചിൻ്റെ അവിടെ ഒരു മാർക്കിങ്സ് കൊടുക്കണം. നമ്മൾ ടോട്ടൽ 14 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ അവിടെ മാർക്കിങ്സ് കൊടുക്കുക. നമ്മൾ ഈ മാർക്ക് ചെയ്തൊക്കെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ഡൗൺ വിഡ്ത്തായിട്ട് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സൈഡിൽ ഇതേ ആം ഹോളിൻ്റെ അവിടെ നിന്ന് തുടങ്ങി
താഴെ 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ല അവിടെ വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈഡിൽ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ വിടണം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് അത്രയും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ താഴെ നമുക്ക് എക്സ്ട്രാ വേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നമ്മൾ നെറ്റ് ആയതുകൊണ്ട് ഡബിൾ ഫോൾഡ് സ്റ്റിച്ച് ചെയ്യുന്നില്ല താഴെ ഭാഗം. അപ്പോൾ നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തു. ആദ്യം നമ്മൾ ടണലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 9 ഇഞ്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ഇത് ആ 1 ഇഞ്ച് ഇങ്ങനെ ഒന്ന് പിടിക്കുക, എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ തന്നെ ഒന്ന് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ടണൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം, അതിനായിട്ട് ടണൽ ഉണ്ടാക്കിയത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിടിക്കുക താഴോട്ട്, എഡ്ജിലൂടെ ഒരു സ്റ്റിച്ചോടെ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടണൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക, അതിനാണ് നമ്മൾ ഇത് ചെയ്തിട്ടെടുത്തത്. ഈ സ്ലീവിൽ നമുക്ക് പ്ലീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ കറക്റ്റ് സെൻറ്റർ നിന്നാട്ടോ ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ല, അവിടെ വരെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് ഒരു സൈഡിലോട്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് 4 ഇഞ്ച് തുടങ്ങി സെൻറ്ററിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. 3 പ്ലീറ്റേ കിട്ടിയുള്ളൂ കേട്ടോ. ഞാൻ അത്യാവശ്യം കുറച്ചൊരു വലിയ പ്ലീറ്റ് എടുത്തത്, അപ്പോൾ 3 പ്ലീറ്റേ കിട്ടിയുള്ളൂ 2 സൈഡിലായിട്ട്. അപ്പോൾ ടോട്ടൽ 6 പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പ്ലീറ്റ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് അല്ലാണ്ട് ചിലപ്പോൾ പ്ലീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി കളിക്കുന്നതുകൊണ്ടൊന്നും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശം സ്ലീവിൻ്റെ നല്ല വശം ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നിന്ന് പിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. നെറ്റായതുകൊണ്ട് പിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് കൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലീവ്സ് നമ്മൾ ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്തു, 2 സ്ലീവും അറ്റാച്ച് ചെയ്തു കേട്ടോ. നമ്മൾ ഈ ടണലിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ബ്ലാക്ക് ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്, ഒരു 4 ഇഞ്ചിൻ്റെ കേട്ടോ, 4 ഇഞ്ച് ഉള്ളത് ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കയ്യിൽ ചുറ്റിയിട്ടാണ് ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഇലാസ്റ്റിക് ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സ്ലീവിൽ നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ടോപ്പിൻ്റെ അടിവശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവിൻ്റെ ഇവിടുന്ന് തുടങ്ങി ബോഡി അടി വരെ, ടോപ്പിൻ്റെ അടി വരെ, അടിവശം വരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം 2 സൈഡും. അപ്പോൾ നമ്മൾ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് വശം നമ്മളൊരു ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ലൂപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. നൂലുകൊണ്ടാണ് ലൂപ്പ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അതും കൂടെ കംപ്ലീറ്റ് ആയി. ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പായിട്ടോ ഇത്. ഞാൻ ഒരുപാട് ഓൺലൈൻ സൈറ്റിലുകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രം ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. So guys, thank you so much for watching. See you to the next video. Bye.